ഹലോ കൂട്ടുകാരെ, എല്ലാവർക്കും സുഖല്ലേ? അപ്പോൾ ദാണ്ടെ ഇതുപോലെ നീള പയറുണ്ടല്ലോ, അതും വൻപയറും വെച്ചിട്ട് നല്ല അടിപൊളി ഒരു സ്റ്റിർ ഫ്രൈഡ് റെസിപ്പിയാണ് കേട്ടോ കാണിക്കുന്നത്. ഇതാണ് നല്ല ടേസ്റ്റാണ് കേട്ടോ, തക്കാളിയൊക്കെ അരച്ച് ചേർത്ത് ഉണ്ടാക്കുന്നതാണ്. അപ്പോൾ ഇതെങ്ങനെ ഉണ്ടാക്കുന്നത് കണ്ടു നോക്കാം. അതിനു മുന്നേ നമ്മുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാതെ ആരെങ്കിലും കാണുന്നുണ്ടെങ്കിലേ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് കൂടെ ചെയ്തേക്കണേ. അപ്പോൾ ഇതെങ്ങനെ ഉണ്ടാക്കുന്നത് കണ്ടു നോക്കിയാലോ, വായോ. അപ്പം ഇത് ഉണ്ടാക്കാൻ വേണ്ടി ആദ്യം ഞാനൊരു അരക്കപ്പോളം വൻപയറുണ്ടല്ലോ, ഒന്ന് തലേന്ന് വെള്ളത്തിൽ കുതിർത്തതെടുത്തതാണ്. അതൊരു കുക്കറിലോട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ടേ. അപ്പം ഒരുപാട് സമയമൊന്നും ഇല്ലെങ്കിൽ ഒരു അരമണിക്കൂർ ചൂടുവെള്ളത്തിൽ ഒന്ന് ഇട്ട് വെച്ചിരുന്നാലും മതി, ഒന്ന് നന്നായിട്ട് കുതിർന്ന് കിട്ടും കേട്ടോ. ഇനി ഇതിലേക്കൊരു നുള്ള് മഞ്ഞൾപ്പൊടിയും ആവശ്യത്തിന് കുറച്ച് മാത്രം ഉപ്പ്, വളരെ കുറച്ചല്ലേ ഉള്ളൂ നമ്മുടെ ഈ വൻപയർ, അതുകൊണ്ടാണ് കേട്ടോ, കുറച്ച് മാത്രം ഉപ്പും ചേർത്തിട്ട് ഇത് വേവാനും പാകത്തിന് മാത്രം വെള്ളം ചേർത്താൽ മതി. കാര്യം ഈ വെള്ളത്തിന്റെ ആവശ്യം നമുക്കില്ല കേട്ടോ, ഇത് വെന്ത് കിട്ടാൻ വേണ്ടി മാത്രം വെള്ളം ചേർത്താൽ മതി കേട്ടോ. ഇനി നമുക്ക് ഈ കുക്കർ ഒന്ന് അടച്ചു വെക്കാം. അടച്ചു വെച്ചിട്ട് ഒരു 3 വിസിൽ കേൾക്കുമ്പോഴേക്കും ഇത് സെറ്റായിട്ട് വെന്തിട്ടുണ്ടാവും. വെന്ത് കുഴഞ്ഞു പോകരുത് കേട്ടോ, ഒന്ന് വെന്ത് കിട്ടിയാൽ മതി. അപ്പൊ അത് അവിടെ നിന്ന് വേവട്ടെ. അപ്പൊ ദാണ്ടെ ഞാൻ ആ നീളം പയറല്ല, ഇതുപോലെ ഒന്ന് ചെറുതാക്കി അരിഞ്ഞെടുത്തിട്ടുണ്ടേ. അപ്പൊ ഇതുപോലെ ഒന്ന് അരിഞ്ഞെടുത്താൽ മതിയാവേ. അപ്പൊ ഇതങ്ങോട്ട് മാറ്റി വെക്കാം. ഇനി നമുക്കൊരു മിക്സർ ജാറൊന്ന് എടുത്തിട്ട് ഇതിലേക്ക് ഒരു 2 തക്കാളി ഞാനൊന്ന് അരിഞ്ഞിട്ട് കൊടുക്കുന്നുണ്ട്. അത്യാവശ്യം വലിയ തക്കാളിയാണ് എടുത്തേക്കുന്നത്. ഇതിലേക്ക് തക്കാളി കൂടുതൽ ചേർക്കുമ്പോൾ ഒരു വെറൈറ്റി ടേസ്റ്റ് ആണ് കേട്ടോ. അപ്പം തക്കാളി 2 തന്നെ എടുക്കണേ. ഇനി അത് ഇതുപോലെ അത്യാവശ്യം വലിയ കഷ്ണങ്ങളായിട്ട് തന്നെ അരിഞ്ഞിട്ട് കൊടുക്കാം. കാര്യം ഇത് അരച്ചെടുക്കാനുള്ളതല്ലേ. അപ്പോൾ തക്കാളി അരിഞ്ഞിട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് പേസ്റ്റ് കണക്കിനൊന്ന് അരച്ചെടുക്കാം. വെള്ളമൊന്നും ചേർക്കരുത് കേട്ടോ. അപ്പോൾ ഞാനൊന്ന് അരച്ചെടുത്ത് കൊണ്ടുവന്നിട്ടുണ്ട്. ഇത് മാറ്റി വെക്കാം. ഇനി ഒരു പാൻ ഒന്ന് അടുപ്പത്തേക്ക് വെച്ചിട്ട് അതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ചേർത്ത് കൊടുക്കാം. ഒരു 3 ടീസ്പൂൺ ഒക്കെ വെളിച്ചെണ്ണ ചേർത്ത് കൊടുത്തിട്ടുള്ളൂ. വെളിച്ചെണ്ണ ഒന്ന് ചൂടായി വരുമ്പോഴേക്ക് ഇതിലേക്ക് ഒരു 1/2 ടീസ്പൂൺ കടുകും 1/2 ടീസ്പൂൺ ചെറിയ ജീരകവും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഈ കടുകൊക്കെ ഒന്ന് പൊട്ടി വരുമ്പോഴേക്ക് ഒരു 3 വെളുത്തുള്ളി അല്ലി ഒന്ന് അരിഞ്ഞെടുത്തതാണ്, അത് ചേർത്ത് കൊടുക്കുക. അല്ലെങ്കിൽ ചതച്ച് വേണമെങ്കിൽ ചേർക്കാം കേട്ടോ. ഇനി ഒരു പച്ചമുളകും എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് കറിവേപ്പില ചേർത്ത് കൊടുക്കാം. ഇതിനൊന്നും കണക്കില്ല, നിങ്ങളുടെ ഇഷ്ടത്തിന് കറിവേപ്പിലൊക്കെ ചേർക്കാം കേട്ടോ. ഇനി ജസ്റ്റ് ഒന്നങ്ങ് വഴറ്റിയെടുക്കാം. ഈ വെളുത്തുള്ളിയൊക്കെ നന്നായിട്ടൊന്ന് മൂത്ത് വരണം കേട്ടോ. അപ്പോൾ ഈ വെളുത്തുള്ളിയൊക്കെ ഒന്ന് മൂത്ത് കിട്ടിയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഞാൻ ഒരു സവാള ഒന്ന് കുനുകുനാന്ന് അരിഞ്ഞ് ചോപ്പറിലിട്ട് അരിഞ്ഞെടുത്തതാണ് കേട്ടോ. ഒരു കുഞ്ഞു സവാളയാണ് എടുത്തേക്കുന്നത്, അത് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി ഈ സവാളയൊക്കെ ജസ്റ്റ് ഒന്ന് വെന്ത് വന്നാൽ മതി, അതുവരെ ഒന്ന് വഴറ്റിയെടുക്കാം. ഒരുപാട് നിറം മാറ്റി എടുക്കേണ്ട ആവശ്യമൊന്നുമില്ല. നമ്മൾ തോരനൊക്കെ ഉണ്ടാക്കുമ്പോൾ സവാള ചേർക്കൂലേ, അതുപോലെ തന്നെ ജസ്റ്റ് ഒന്ന് വെന്ത് വന്നാൽ മതി. ഇപ്പൊ നമ്മുടെ സവാളയൊക്കെ ഒന്ന് ആയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് കുറച്ച് പൊടികൾ ചേർക്കാം. ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1 ടീസ്പൂൺ കാശ്മീരി ചില്ലിയാണ് കേട്ടോ ചേർത്തേക്കുന്നത്. അതുപോലെ 1 ടീസ്പൂൺ മല്ലിപ്പൊടിയും, ഇനി 1 ടീസ്പൂൺ ചിക്കൻ മസാലയാണ് കേട്ടോ ചേർക്കുന്നത്. ചിക്കൻ മസാല ചേർക്കുമ്പോൾ ഒരു പ്രത്യേക ടേസ്റ്റ് ആണ് ഇതിന്. പിന്നെ നിങ്ങൾക്ക് ഇഷ്ടമല്ലെങ്കിൽ ചിക്കൻ മസാല ഒഴിവാക്കി ഗരം മസാല വേണമെങ്കിൽ ചേർക്കാം കേട്ടോ. ഇനി നമുക്ക് ആ പൊടികളുടെ പച്ചമണം ഒന്ന് മാറുന്നവരെയും നന്നായിട്ട് ഒന്ന് വഴറ്റിക്കെടുക്കാം. ഇപ്പൊ പൊടികളുടെ പച്ചമണമൊക്കെ ഒന്ന് മാറി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് അരിഞ്ഞു വെച്ചേക്കുന്ന നീള പയറുണ്ടല്ലോ, അത് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഞാൻ എല്ലാം ഒന്ന് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി നല്ലപോലെ ആ മസാലയായിട്ട് ഇതൊന്ന് യോജിപ്പിച്ചെടുക്കാം. ഒന്നങ്ങ് മിക്സ് ആക്കി കൊടുക്കുന്നുണ്ട്. അപ്പൊ ഒന്ന് ഞാനൊന്ന് ഇളക്കി യോജിപ്പിച്ചെടുത്തിട്ടുണ്ട്. അപ്പൊ നമ്മൾ ഇതിലേക്ക് ഇനി ഉപ്പ് ചേർത്ത് കൊടുക്കണം. നമ്മൾ വൻപയർ ഇതിലേക്ക് മിക്സ് ആക്കുന്നുണ്ട് കേട്ടോ. അപ്പൊ വൻപയർ ഓൾറെഡി നമ്മൾ ഉപ്പ് ചേർത്താണ് വേവിച്ചത്. അപ്പൊ ഈ ഒരു ഐറ്റത്തിന് മാത്രമുള്ള ഉപ്പ് ചേർത്താൽ മതി, അതായത് ഈ പയറിന് വേണ്ടിയിട്ട് മാത്രമുള്ള ഉപ്പ് ചേർത്താൽ മതി. ഇനി നമുക്ക് നല്ലപോലെ ഒന്നും കൂടെ അങ്ങ് മിക്സ് ആക്കി കൊടുക്കാം. അപ്പൊ ഞാൻ നന്നായിട്ട് മിക്സ് ആക്കി എടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ ഇതിലേക്ക് നേരത്തെ നമ്മൾ തക്കാളി അരച്ച് വെച്ചിട്ടില്ലായിരുന്നോ, അത് ഇതിന്റെ മുകളിലോട്ട് ഒഴിച്ചു കൊടുക്കാം.
ഇനി നമുക്ക് ആ തക്കാളി അരച്ച മിക്സിയുടെ ജാറിൽ ഒരല്പം വെള്ളം, ഒരുപാട് ചേർക്കരുത്, വളരെ കുറച്ച് മാത്രം വെള്ളം ചേർത്ത് ഒന്ന് നന്നായിട്ട് മിക്സ് ആക്കി എടുക്കാം. അപ്പൊ അതാണ്ട് ഞാൻ ഒന്ന് മിക്സ് ആക്കി എടുത്തിട്ടുണ്ട്. അപ്പൊ ഈ ഒരു വെള്ളത്തിൽ കിടന്ന് വേണം ഈ പയറൊക്കെ ഒന്ന് വെന്ത് വരാനായിട്ട്. അപ്പോൾ ഒന്ന് മിക്സ് ആക്കി നമുക്ക് ഇതൊന്ന് ഒതുക്കി വെച്ച് ഒന്ന് അടച്ചു വെക്കാം. ഇത് അവിടെ കിടന്നൊന്ന് കുക്കായിട്ട് വരട്ടെ. അപ്പൊ അതാണ്ട് ഒരു 6-7 മിനിറ്റ് ആയിട്ടുണ്ട്. നമ്മുടെ പയറൊക്കെ ഏകദേശം ഒന്ന് വെന്ത് വന്നിട്ടുണ്ട് കേട്ടോ. ഒരു 1/4 ഭാഗത്തോളം വെന്ത് കിട്ടിയിട്ടുണ്ട്. വെള്ളമൊക്കെ ചെറുതായിട്ട് ഒന്ന് വറ്റാനുണ്ട്, കുറച്ചും കൂടെ ഒന്ന് വറ്റി വരാനുണ്ട്. അപ്പം ഈ ഒരു പരുവം ഒരു 1/4 ഭാഗത്തോളം വേവ് ആവുമ്പോഴേക്കും വേണം, ജസ്റ്റ് ഒന്ന് ഇളക്കി ഇട്ട് കൊടുക്കുന്നുണ്ട് ഞാൻ. ഇനി നമുക്ക് നമ്മൾ വേവിച്ചെടുത്ത വൻപയർ ഉണ്ടല്ലോ, അതും കൂടെ ചേർത്ത് കൊടുക്കണം. അപ്പൊ വൻപയറിൽ അധികം വെള്ളം വല്ലതും ഉണ്ടെങ്കിൽ ആ വെള്ളം കളഞ്ഞിട്ട് വൻപയർ മാത്രം ചേർത്താൽ മതിയേ. അപ്പൊ ദാണ്ടെ ഞാൻ വൻപയർ എടുത്ത് ചേർത്ത് കൊടുക്കുകയാണ്. ഇനി നമുക്ക് എല്ലാം കൂടെ അങ്ങ് മിക്സ് ആക്കി എടുക്കാം. അപ്പൊ ഈ സമയത്ത് ഉപ്പൊക്കെ ഒന്ന് ചെക്ക് ചെയ്തിട്ടേ കുറവെല്ലാം ഉണ്ടെങ്കിൽ ഉപ്പ് ചേർത്ത് കൊടുക്കാം കേട്ടോ. അപ്പൊ ഞാൻ നോക്കിയപ്പോൾ എനിക്ക് കറക്റ്റ് ആയിരുന്നു. ഇനി ദാണ്ടെ നല്ലപോലെ ഒന്ന് മിക്സ് ആക്കി എടുത്തിട്ട് നമുക്കിതൊന്ന് അടച്ചു വെക്കാം. ഈ വൻപയറിലും കൂടെ ആ ഒരു മസാലയൊക്കെ ഒന്ന് പിടിച്ചു വരട്ടെ. അപ്പൊ ഒന്ന് അടച്ചു വെക്കാം. അടച്ചു വെച്ച് ഒരു 2-3 മിനിറ്റ് മതിയാവും ഇതൊന്ന് സെറ്റ് ആയിട്ട് വരാനായിട്ട്. അപ്പൊ ഇത് അവിടെ നിന്നൊന്ന് റെഡി ആയിട്ട് വരട്ടെ. അതാണ്ട് ഒരു 2-3 മിനിറ്റ് ആയിട്ടുണ്ട്. ഒന്ന് ഓപ്പൺ ചെയ്തതാണ് ഞാൻ. ജസ്റ്റ് നമുക്ക് നോക്കാം വെള്ളമൊക്കെ വറ്റിയിട്ടുണ്ടോ എന്ന്. ഇപ്പോഴും ചെറുതായിട്ടൊരു നനവ് അവശേഷിക്കുന്നുണ്ട് കേട്ടോ, ചെറുതായിട്ട്. അപ്പൊ ഈ ഒരു പരുവത്തിൽ വേണമെങ്കിൽ നിങ്ങൾക്ക് എടുക്കാം. പക്ഷേ കുറച്ച് നേരം കൂടെ ഇതൊന്ന് തുറന്ന് വെച്ച് ഒന്ന് വേവിക്കുന്നുണ്ട്. ആ വെള്ളം കൂടെ അങ്ങ് വറ്റി വരട്ടെ എന്ന് കരുതിയിട്ടേ. അപ്പം ഒരു മിനിറ്റ് ഒന്ന് തുറന്ന് വെച്ച് വേവിക്കുകയാണ്. ഇപ്പൊ ദാണ്ടെ നമ്മുടെ വെള്ളമൊക്കെ വറ്റി നല്ല അടിപൊളി തോരൻ എന്ന് പറയാൻ പറ്റില്ല, മെഴുക്കുവരട്ടി എന്ന് വേണമെങ്കിൽ പറയാം കേട്ടോ. സൂപ്പർ ആയിട്ട് ഇവിടെ റെഡി ആയിട്ട് വന്നിട്ടുണ്ട്. ഈ ഒരു ഐറ്റം ഉണ്ടെങ്കിൽ ചോറിന് നമുക്ക് എക്സ്ട്രാ വേറെ കറിയൊന്നും വേണ്ട, ഇത് മാത്രം കൂടി കഴിക്കാം കേട്ടോ. നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു സംഭവമാണ്. ഒരു വട്ടെങ്കിലും നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കേണ്ട ഐറ്റമാണ് കേട്ടോ. അപ്പൊ ദാണ്ടെ ഞാൻ ഫ്ലെയിം ഒക്കെ ഓഫ് ആക്കിയിട്ടുണ്ട്. സംഭവം സെറ്റ് ആയിട്ട് വന്നിട്ടുണ്ട്. അപ്പം ഇതുപോലെ പയർ മാത്രം നമുക്കിങ്ങനെ ഉണ്ടാക്കിയെടുക്കാം, അല്ലെങ്കിൽ വൻപയർ മാത്രമായിട്ടും ഉണ്ടാക്കിയെടുക്കാം. ഇത് രണ്ടും ചേർത്ത് ഉണ്ടാക്കിയാലും നല്ലതാണ് കേട്ടോ. അപ്പൊ ഉണ്ടാക്കി നോക്കാത്തവരെല്ലാം ഉണ്ടാക്കി നോക്കണം. എന്നിട്ട് നിങ്ങളുടെ ഒരു അഭിപ്രായം കമന്റ് ബോക്സിൽ പറയാൻ മറക്കരുത്. വീഡിയോ ഇഷ്ടമാവുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും മറക്കരുത് കേട്ടോ. അപ്പൊ നമുക്ക് ഇനി ഒരു റെസിപ്പിയുമായിട്ട് വീണ്ടും കാണാടോ. അതുവരേക്കും ബൈ. താങ്ക്സ് ഫോർ വാച്ചിങ്.